Hi all, welcome to our new episode. ഇന്നത്തെ നമുക്ക് വീഡിയോയില് സ്പേസിനെ പറ്റി നമുക്ക് സംസാരിക്കാവേ. അതായത് സുനിത വില്യംസും ബുച്ച് വിൽമോറും എട്ട് ദിവസത്തേക്ക് സ്പേസിൽ പോയി അവിടെ സ്റ്റക്കായവരാണല്ലോ. ഏകദേശം 9 months അവര് അവിടെ സ്റ്റക്കായി പോയി. എന്നിട്ട് March 18 അവര് ഭൂമിയിലേക്ക് തിരികെ എത്തി. ഇത് പിന്നെ എല്ലാവർക്കും ഇത് വളരെ എന്താ പറഞ്ഞ ന്യൂസിലൂടെയും വീഡിയോയിലൂടെ ഒരുപാട് ഇൻഫർമേഷൻ കിട്ടിയതാണ്. ആൾക്കാർ പ്രത്യേകിച്ച് ഈ സയൻസ് ആൻഡ് ടെക്നോളജിയിലൊക്കെ ഇഷ്ടമുള്ളവര് വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് അതിനെപ്പറ്റിയല്ല ഇന്നത്തെ വീഡിയോയില് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെ? അതെ, നമ്മള് ഇന്ന് ആക്ച്വലി ഇവരുടെ തിരിച്ചുവരവ്, പറഞ്ഞ പോലെ തിരിച്ചുവരവും അവര് വന്നതും അവരെത്തിയതും സ്പ്ലാഷ് ഡൗൺ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും വീഡിയോയിൽ പല ഡയറക്റ്റ് നാസയുടെ ഇത് മുതൽ സ്പേസ് എക്സിന്റെ ഇത് മുതൽ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. നമുക്കിന്ന് ഇത് ആൾക്കാർക്ക്, അതായത് ഈ പറഞ്ഞ പോലെ ഈ സയൻസിലും ടെക്നോളജിയിലും ഒക്കെ അത്യാവശ്യം വിവരമുള്ളവരും അത് കീനായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് വേണ്ടിയല്ല, വളരെ സാധാരണക്കാരായ ആൾക്കാർക്ക് ചില സംശയങ്ങൾ ഉണ്ടാകാം. അപ്പൊ അതിനകത്ത് അവര് എപ്പോഴും കേൾക്കുന്ന ഒരു ടേമാണ് ISS. ISS എന്ന് പറയുന്നത് മറ്റേ ISS അല്ല, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. അപ്പൊ അതിനെപ്പറ്റി ഒരു ഉണ്ടാകാം. പിന്നെ അതുകൊണ്ട് അതിനെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പക്ഷെ അത് പറയുന്നതിന് മുമ്പ് ഒരു ചെറിയ ഒരു ബാക്ക്ഗ്രൗണ്ട്. അതായത് ഈ 2024 June 5 ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ എന്ന് പറയുന്ന സ്പേസ് ക്രാഫ്റ്റിൽ സുനി വില്യംസും വിൽമോർ ബുച്ചും സ്പേസിലേക്ക് പോയത്, അതായത് ISSലേക്ക് പോയത്. അപ്പം ബോയിങ്ങിന്റെ ആദ്യത്തെ സംരംഭമാണ്, അതായത് സ്പേസ് ക്രാഫ്റ്റില്. അപ്പൊ അതിനു മുമ്പ് നാസയ്ക്ക് വേണ്ടി സ്പേസ് ക്രാഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്തിട്ട് 11ഓളം ഷട്ടിൽസ് നടത്തിയിട്ടുള്ളത് നമ്മുടെ എലോൺ മസ്കിന്റെ സ്പേസ് എക്സ് ആണ്, അവരുടെ ഡ്രാഗൺ സീരീസ്. അതിനു മുമ്പ് റഷ്യ ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റു രാജ്യങ്ങളും ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പം ബോയിങ്ങിന്റെ ഫസ്റ്റ് സംരംഭമാണ്. അതായത് നാസ എന്താ ചെയ്തത്, സ്പേസ് എക്സ് മാത്രമായിട്ട് ഒരു കമ്പനിക്ക് മൊണോപ്പൊളി വേണ്ട, വേറൊരു കോമ്പറ്റീറ്ററൂടെ വരട്ടെ എന്നുള്ള ഇതിലാണ്. മനസ്സിലായി? കോസ്റ്റ്, പ്രൈസ്, ക്വാളിറ്റി, പല കാരണങ്ങൾ കൊണ്ട്. അപ്പൊ അങ്ങനെ അത് അവിടെ എത്തിയതിനു ശേഷം കുറച്ച് സ്നാക്സ് ഉണ്ടായി. സ്നാക്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഹീലിയത്തിന്റെ ചോർച്ച, ഓക്കെ, അതിന്റെ കൂടെ ഈ ത്രസ്റ്റേഴ്സ് വർക്ക് ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് ഈ 8 ദിവസത്തേക്കാണ് ഇവരെ കൊണ്ടുപോയതെങ്കിലും അവരെ തിരികെ കൊണ്ടുവരാതെ സ്റ്റാർലൈനർ തിരികെ പോകുന്നു, empty ആയിട്ട്. അപ്പൊ അത് കാര്യം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കൊണ്ടുവരുന്നത് റിസ്ക് ആണെന്ന് വിചാരിച്ചിട്ടുണ്ട്, അങ്ങനെ ചെയ്തില്ല. അപ്പം പക്ഷേ സ്റ്റാർലൈനർ വളരെ സേഫായിട്ട് ഭൂമിയിൽ തിരിച്ചെത്തി എന്നുള്ളത് ഒരു സത്യമാണ്. ഓക്കെ, അപ്പം ആരാണ് പിന്നെ തിരികെ കൊണ്ടുവന്നത്? 9 മാസത്തിന് ശേഷമാണ് ഇവര് തിരികെ വരുന്നത്. അപ്പൊ അതിന് പല കാരണങ്ങൾ കൊണ്ട്. കാരണം പറഞ്ഞാൽ ഇതിന് ഇടയ്ക്ക് ഇവിടെ സ്പേസ് ഇത് പോകാത്തത്, ഷട്ടറുകൾ പോകാൻ പറ്റാത്തത് കൊണ്ടോ ഒന്നുമല്ല, പല കാരണങ്ങൾ കൊണ്ടുണ്ട്. എനിവേ, അത് ഈ March 18-19 സ്പേസ് എക്സിന്റെ ഡ്രാഗൺ മോഡ്യൂളാണ്, സ്പേസ് ക്രാഫ്റ്റ് ആണ് അവരെ രണ്ടുപേരെയും അതിനുശേഷം അവിടെ എത്തിയ വേറെ രണ്ട് ക്രൂസിനെയും കൂടാണ് തിരികെ കൊണ്ടുവന്നത്. അപ്പൊ തിരികെ കൊണ്ടുവന്നത് അത് സ്പ്ലാഷ് ഡൗൺ എന്ന് പറയുന്ന പ്രോസസ്സിൽ കൂടാണ് ഈ മെക്സിക്കൻ ഗൾഫില്, ഫ്ലോറിഡയുടെ തീരത്തോട് ചേർന്നുള്ള ഗൾഫില് പതിച്ചത്. അപ്പൊ പതിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും, ഈ 4 പാരച്യൂട്ടുകൾ ഇങ്ങനെ വിടുന്നതും അതില് ഈ തടം തന്ന് പതിക്കുന്നതും. അത് ചെയ്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് ഭയങ്കര സ്പീഡിലാണല്ലോ വരുന്നത്. അപ്പൊ സ്പീഡ് കുറച്ച് വളരെ സ്ലോ ആയിട്ട് കൊണ്ടുവന്ന് വെള്ളത്തിലില്ല. അത് വളരെ സ്പീഡായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ എന്താ സംഭവിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടിയാണ് അത് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കണ്ടതാണ് അവരവിടെ നിന്ന് റിക്കവർ ചെയ്ത്, നേവിയും പിന്നെ സ്പേസ് എക്സിന്റെ ഷിപ്പും ഒക്കെ റിക്കവർ ചെയ്ത് അവരെ റീഹാബിലേഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ 45 ദിവസം അവരവിടെ മിനിമം കഴിയണമെന്നുള്ളതാണ്.
അപ്പം ഈ സ്പേസിൽ താമസിച്ചിട്ടുള്ള ആൾക്കാർക്ക് ആരോഗ്യപരമായ പല പ്രശ്നങ്ങളുണ്ടാവും. ഈ സ്പേസുകളെ എല്ലുകൾക്കൊക്കെ ക്ഷയമുണ്ടാവും. പിന്നെ അവർക്ക് തിരികെ വരുമ്പോൾ റേഡിയേഷൻ സംബന്ധമായ പ്രശ്നങ്ങള്, തലവേദന, പല വിധമായ ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അപ്പൊ അതൊക്കെ അവർ ഈ തിരികെ വന്നിട്ട് ഇതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത്, എസ്പെഷ്യലി 9 മാസത്തോളം അവിടെ താമസിച്ച സ്ഥിതിക്ക് അവർ വന്നിട്ട് ഇതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നോർമൽ ലൈഫിൽ എത്തിയതിന് ഫിറ്റ് ആയതിനു ശേഷം മാത്രമേ അവർ നോർമൽ ലൈഫിലേക്കോ അവിടെ ഫാമിലിയിലേക്കോ ഒക്കെ ജോയിൻ ചെയ്യാൻ നാസ അനുവദിക്കത്തുള്ളൂ. അപ്പം അതാണ് അതിന്റെ ഒരു ബാക്ക് ഗ്രൗണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്ന വിഷയത്തെ പറ്റി, അതായത് ISS എന്ന് പറയുന്ന, അതായത് ഇതിനകത്ത് ഏറ്റവും സ്പേസ് ക്രാഫ്റ്റ്, റോക്കറ്റ് ആണല്ലോ നമ്മുടെ സ്പേസ് ക്രാഫ്റ്റിനെ വിക്ഷേപണം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അത് എത്തിച്ചേരുന്ന സ്ഥലമാണ് ഈ ISS, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ. അപ്പം എന്താണ് ഈ ISS? ISS എന്ന് പറയുന്നത് 5 രാജ്യങ്ങൾ കൂടെ, അതായത് അമേരിക്ക, റഷ്യ, യൂറോപ്യൻ യൂണിയൻ, കാനഡ, ജപ്പാൻ, 5 രാജ്യങ്ങളുടെ ഏജൻസികൾ കൊളാബറേറ്റ് ചെയ്ത് ഭൂമിയിൽ നിന്നും 450 കിലോമീറ്റർ അകലെയായിട്ട് സ്പേസിൽ ലോ എർത്ത് ഓർബിറ്റിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്, അല്ലെങ്കിൽ ഒരു ലാബറട്ടറി ആണ്, അല്ലെങ്കിൽ ഒരു സ്പേസ് ക്രാഫ്റ്റ് ആണെന്ന് പറയാം. ഓക്കെ, അതിന് ഇത് ഒരു 400 ടൺ ഭാരവും ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വലിപ്പവും ഒക്കെ ഉള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ്, ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പം ഇതിലാണ് ഈ ക്രൂസ്, അതായത് പോകുന്നത്. ഇപ്പം ഈ ISS-ൽ അബോർഡ് ഒരു 5 മുതൽ 10 വരെ ആൾക്കാർക്ക് ഒരേ സമയം അവിടെ നിൽക്കാനുള്ള സൗകര്യമുണ്ട് എല്ലാ രീതിയിലും. അപ്പൊ എപ്പോഴും അവിടെ കുറച്ച് 5-6 പേരെങ്കിലും മിനിമം അവിടെ ഉണ്ടാവും ഏതെങ്കിലും രാജ്യത്തു നിന്ന്. അപ്പം ഇത് അതിന് വേറെ 1-2 കാര്യങ്ങളോട് പറയാം. അതായത് ഈ പ്ലാറ്റ്ഫോം സ്ഥാപിച്ചത് 1998-ലാണ് ആദ്യമായിട്ട്. എന്നിട്ട് അത് ശരിക്കും ഫുൾ ഫങ്ഷണലായത് 2000-ലാണ്. അപ്പൊ അതിനു മുമ്പ് എന്താ വെച്ചാൽ ഈ സ്പേസ് ഏജൻസികളിലെ പല രാജ്യങ്ങളിൽ നിന്ന്, റഷ്യ, അമേരിക്കയിൽ നിന്നൊന്നും സ്പേസ് ക്രാഫ്റ്റിലെ ഓരോ മോഡ്യൂളുകൾ കൊണ്ടുപോയിട്ട് അവരത് പിന്നെ അവര് ക്രൂ പോയിട്ട് ഇത് കണക്ട് ചെയ്ത് അങ്ങനെയാണ് ഈ പ്ലാറ്റ്ഫോം പൂർത്തിയാക്കിയത്. അത് 2000-ലാണ് പ്രാവർത്തികം. എന്ന് പറഞ്ഞാൽ 25 ഇയേഴ്സ് ആയി ഇപ്പൊ. ഓക്കെ, അവരവിടെ താമസിക്കുന്ന സമയത്ത് അവരുടെ ലൈഫ് സപ്പോർട്ട്, ലൈക്ക് ഫുഡ്, എയർ, വാട്ടർ, ഓക്സിജൻ, ഇതൊക്കെ എങ്ങനെയായിരുന്നു? അതെ, ഇതൊരു എല്ലാവർക്കും സാധാരണ ആൾക്കാർക്ക് ഉള്ള ഒരു വളരെ സംശയമുള്ള കാര്യമാണ്. അത് സാധാരണ എനിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു സംശയം ഉണ്ടായിരുന്ന കാര്യമാണ്. അങ്ങനെ നമ്മൾ അത് എന്താ പറയുക, അത് എക്സ്പ്ലോർ ചെയ്ത് മനസ്സിലാക്കിയ കാര്യമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതായത് ഈ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നതിന് കുറെ കമ്പോണൻസ് ഉണ്ട്. അതായത് ഈ ISS എന്ന് പറയുന്നത്, അതെ, ആ കമ്പോണൻസ് എല്ലാം യോജിച്ചാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആലോചിക്കേണ്ട ഈ പ്ലാറ്റ്ഫോം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിനകത്തെ എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അതിന് പവർ വേണം, അല്ലേ? ഇലക്ട്രിസിറ്റി, അതായത് പവർ വേണം. ആ പവർ ഉണ്ടാകുന്നത് ഒരു 2000+ സ്ക്വയർ മീറ്റർ വലിപ്പമുള്ള സോളാർ പാനലിൽ നിന്നാണ്. ഓക്കെ, ഇനിയും ഈ പ്ലാറ്റ്ഫോം ശരിക്കും എന്തിനു വേണ്ടിയാണ്, അത് എന്തിനു വേണ്ടിയാണ് ഈ ISS ഉണ്ടാകുന്നത്? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെന്റ്സും റിസർച്ചും നടത്തുക എന്നുള്ളതാണ്. അതായത് അവിടെ അല്ലാതെ വേറെ എങ്ങും ചെയ്യാൻ പറ്റാത്ത ചില എക്സ്പെരിമെന്റ്സും റിസർച്ചസും അവിടെ നടത്താൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നടത്താൻ പറ്റാത്ത പല എക്സ്പെരിമെന്റ്സും അവിടെ നടത്താൻ പറ്റും. എന്ന് പറഞ്ഞാൽ അവിടെ നടത്തുന്ന പലതും ഇവിടെ നടത്താൻ പറ്റില്ല എന്ന് ചുരുക്കം. അപ്പൊ അതിനുള്ളൊരു ലാബറട്ടറി ഉണ്ട്, വലിയൊരു ലാബ് ഉണ്ട്. അതാണ് അവിടുത്തെ, അതിനുവേണ്ടിയാണ് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സ്പെരിമെന്റ്, പല രീതിയിലുള്ള എക്സ്പെരിമെന്റ്, മെഡിക്കൽ, കെമിസ്ട്രി, ഫിസിക്സ്, പിന്നെ മെറ്റലർജി, പിന്നെ എന്താ പറയുന്നത്, ഈ മൈക്രോഗ്രാവിറ്റിയിലെ ഹ്യൂമൻ ബീയിങ്സിന്റെ സർവൈവല്, അല്ലെങ്കിൽ കാര്യം ഇത് പിന്നീടുള്ള മറ്റുള്ള സാറ്റലൈറ്റ് എക്സ്പെഡീഷൻസിനൊക്കെ ഇത് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. അങ്ങനെ പല കാര്യങ്ങളും. പിന്നെ സ്റ്റോറേജ് ഫെസിലിറ്റി, അതായത് ഈ മെയിൻ്റനൻസിനുള്ള സാമഗ്രികള്, ടൂൾസ്, പിന്നെ ഫുഡ്, ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്ന സംഭവങ്ങൾ.
അതുകൂടെ എന്താണ്, പിന്നെ ജിമ്മ്, ഇവർക്ക് എക്സസൈസ് ചെയ്യണം. കാര്യം ഇവരുടെ പേശികളും പിന്നെ എല്ലുകളും ഒക്കെ ഭയങ്കരമായിട്ട് ഷെയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് പലവിധമായ മാറ്റങ്ങളും ഉണ്ടാകുന്നത് കൊണ്ട്, ഗ്രാവിറ്റി ഇല്ലാത്തൊരവസ്ഥയിലായതുകൊണ്ട് അവർക്ക് പറഞ്ഞിട്ടുള്ള ചില എക്സസൈസുകളൊക്കെ ചെയ്തേ പറ്റത്തുള്ളൂ, വ്യായാമങ്ങൾ. അപ്പൊ അതിനുവേണ്ടി ഒരു ജിം അതുണ്ട്. പിന്നെ ഉള്ളതാണ് ഈ പറഞ്ഞ പിന്നെ അതിന്റെ കൂടെ ഒരു പറയാൻ പറ്റുമോ, ഡോക്കിംഗ് ആൻഡ് എർത്തിങ് സിസ്റ്റം. അതായത് ഈ എയർ ക്രാഫ്റ്റുകളൊക്കെ വരുമല്ലോ, എയർക്രാഫ്റ്റ്. അപ്പൊ നമ്മൾ ഈ ഫ്ലൈറ്റ് ഒക്കെ ചെന്ന് കഴിഞ്ഞിട്ടുള്ളത് എയർ ഓഫ് ബ്രിഡ്ജുമായിട്ട് കണക്ട് ചെയ്യുന്ന അങ്ങനെ അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല എങ്കിലും അതുപോലെ ഈ സ്പേസ് ക്രാഫ്റ്റുകൾ വന്നിട്ട് ISSലുമായിട്ട് കണക്ട് ചെയ്യുന്നതിനെയാണ് ഡോക്കിംഗ് എന്ന് പറയുന്നത്. ആ ഡോക്കിങ്ങിൽ നിന്നാണ് ഈ ആസ്ട്രോനോട്ട്സ് അല്ലെങ്കിൽ ക്രൂസ് ISSലുമായിട്ട് കണക്ട് ആക്കപ്പെടുന്നത്. ഓക്കെ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇപ്പൊ ചോദിച്ച ചോദ്യം ആണ് ലൈഫ് സപ്പോർട്ട് സിസ്റ്റം. അതായത് ഓക്സിജൻ, വാട്ടർ, ഫുഡ്. ഇതില്ലെങ്കിൽ ഇപ്പൊ നമ്മൾ വിചാരിക്കും 9 months എങ്ങനെയാണ് അവരവിടെ സെർവ് ചെയ്തത്. 9 months എന്ന് പറയുന്നത് വലിയൊരു കാലഘട്ടമാണ് നമുക്ക് തോന്നിയത്. കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ടാണ്. അവിടെ ഇതിൽ കൂടുതൽ സമയം ഈ സ്പേസിൽ ചെലവഴിച്ചിട്ടുള്ളവരുണ്ട് കേട്ടോ. ഈ 9 months കൂടുതൽ 665 ദിവസം അവിടെ സ്പേസിൽ നിന്നിട്ടുണ്ടെന്നാണ് എന്റെ ഒരു തോന്നൽ. ഓക്കെ. അതുപോലെ തന്നെ ഈ 4 മാസം 5 മാസം ഒക്കെ പലരും അവിടെ നിന്നിട്ടുണ്ട് പല കാര്യങ്ങൾക്ക് വേണ്ടി. അപ്പം ഓക്കെ. അപ്പൊ അതിനുള്ള എല്ലാ സപ്പോർട്ടും അവിടെ ഉണ്ടെന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് എടുക്കാം ഓക്സിജന്റെ കാര്യം. ഓക്സിജൻ എങ്ങനെയാണ് എടുക്കുന്നത്? പല സോഴ്സസ് ഉണ്ട്. ഒന്ന് ഈ ഷട്ടിലുകൾ പോകുന്നുണ്ടല്ലോ. ഷട്ടിൽ എന്ന് പറഞ്ഞാൽ ഈ സ്പേസ് ക്രാഫ്റ്റ്സ് ഇത് പല കാര്യങ്ങൾക്ക് വേണ്ടി റീസപ്ലൈ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് പോകുന്നുണ്ട്. പിന്നെ ക്രൂസിനുമായിട്ട് പോകുന്നുണ്ട്, അവരെ കൊണ്ടുവരാൻ പോകുന്നുണ്ട്. അപ്പൊ അവർ ഈ സ്പേസ് ക്രാഫ്റ്റുകൾ പോകുന്ന സമയത്ത് ഈ ഓക്സിജൻ ബോട്ടിൽസ് റീസപ്ലൈ ചെയ്യാറുണ്ട്. അതുപോലെ ഓക്സിജൻ കാൻഡിൽസ്, അത് വളരെ കത്തിക്കുമ്പോൾ ഓക്സിജൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് റിസോർട്ട് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ അവിടെ ലാബറട്ടറിയിൽ നല്ല സൗകര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഈ അന്തരീക്ഷത്തിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് മാറ്റി ഓക്സിജൻ ഉണ്ടാക്കുന്നുണ്ട്. പിന്നീട് ഇവര് വേസ്റ്റിൽ നിന്നും സ്വെറ്റിൽ നിന്നും ഒക്കെ വെള്ളം ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ വെള്ളത്തിൽ നിന്നും ഹൈഡ്രജൻ മാറ്റിയിട്ട് ഓക്സിജൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പല രീതിയിലാണ് അവര് ഓക്സിജൻ ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് ഡ്രിങ്കിങ് വാട്ടർ ഈ പറഞ്ഞ പോലെ റീസപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ഇവര് ഈ പറഞ്ഞ പോലെ സ്വെറ്റിൻ വേസ്റ്റിൽ നിന്നും വെള്ളം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പല സോഴ്സുകളിൽ ആക്ച്വലി വെള്ളം അവര് കുടിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവര് ഇവരുടെ ഇപ്പൊ ഫുഡിലേക്ക് വരുമ്പോൾ ഫുഡ് അവർക്ക് ഈ പറഞ്ഞ പോലെ ഫ്ലൈറ്റുകളിൽ റീസപ്ലൈ ചെയ്യുന്നുണ്ട്. അത് ഫ്രഷ് ഫ്രൂട്ട്സ് അവർക്ക് 2-3 മാസമൊക്കെ ഇവർക്ക് കാണും, ഫ്രഷ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ. അല്ലാത്തതെല്ലാം ഫ്രീസ് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അത് ഡീഹൈഡ്രേറ്റ് ചെയ്ത ഫുഡായിരിക്കും. ആ ഡീഹൈഡ്രേറ്റ് ചെയ്ത ഫുഡ് റീഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഈ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ട് ഇത് പ്രീ കുക്ക്ഡ് ഫുഡാണ്. ആ ഫുഡ് പിന്നെ അവര് റീഹീറ്റ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അവിടെ പിസ്സ, ചിക്കൻ, റോസ്റ്റ് ചിക്കൻ, പിന്നെ ഷ്രിംപ്, കോക്ടെയില്, പിന്നെ പൗഡേർഡ് മിൽക്ക്, പിന്നെ ഈ പറഞ്ഞ പോലെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അങ്ങനെ എല്ലാ സാധനങ്ങളും അവരവിടെ ഉപയോഗിക്കുന്നുണ്ട്. അവരുടെ മെനുവും അവരുടെ ആ കാലോറി ഇൻടേക്കിന്റെ ആവശ്യമൊക്കെ അവർ ഓൾറെഡി നിശ്ചയിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ അങ്ങനെ വായിച്ചില്ലേ, സുനിത വില്യംസിന് ഇഷ്ടമുള്ള സമോസ വരെ എത്തിച്ചു. അതെ, അങ്ങനെ. അപ്പൊ അത് നല്ല രീതിയിൽ അപ്പൊ അങ്ങനെയാണ് ഈ ഫുഡ് ഇവിടെ ലൈഫ് സപ്പോർട്ട് സിസ്റ്റം തന്നെ. അപ്പൊ അവർക്ക് അങ്ങനെ ആൾക്കാര് പലരും ചോദിച്ചു ഇവര് ഭയങ്കര ക്ഷീണിച്ചിരിക്കുന്ന ഫുഡില്ലാഞ്ഞാണ്. നോ, അത് അവിടുത്തെ അവരുടെ ആ ഗ്രാവിറ്റിയിലെ അവർ ഒഴുകി അടക്കുന്ന അവസ്ഥയിൽ അവർക്ക് അതുകൊണ്ടാണ് അവരങ്ങനെ ക്ഷീണിച്ചായിട്ട് നമുക്ക് തോന്നുന്നത്. പേശികളൊക്കെ ക്ഷീണിച്ചുകൊണ്ട്. അല്ലാതെ ഫുഡിന് അവർക്ക് യാതൊരു വിധമായ സപ്ലൈയും ഉണ്ടായിട്ടില്ല, പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. നല്ലതായിട്ട് അവിടെ എക്സസൈസ് ചെയ്യും. അതാണ് നമ്മൾ പറഞ്ഞ ജിമ്മുണ്ട്. അത് അവർ ചെയ്യുന്ന അത് അത്യാവശ്യമാണ്. അവർക്കൊരു ഷെഡ്യൂൾ ഉണ്ട്. ഓരോ ദിവസവും ഷെഡ്യൂൾ ഉണ്ട്. ഇത്ര സമയം അവര് ഫുഡ് കഴിക്കാന്, ഇത്ര സമയം എന്റർടൈൻമെന്റ്, ഇത്ര സമയം അവരുടെ നാട്ടിലെ റിലേറ്റീവ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്. അവിടെ ലാപ്ടോപ്പ് മറ്റേ എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് എന്റർടൈൻമെന്റിനുള്ള സോഴ്സുകളുണ്ട്. പിന്നെ അവരുടെ ഫുഡ് പ്രിപ്പയർ ചെയ്യാന്.
പിന്നെ അതുപോലെ അവരെ ഈ എക്സസൈസ് ചെയ്യാന്, പിന്നെ അവരുടെ സ്വന്തമായിട്ടുള്ള സമയം, പിന്നെ ഈ റിസർച്ച് നടത്താന്, അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് അവരുടെ ഇത്. പിന്നെ അത് കൂടാതെ ഇവർക്ക് ഒരു ഫംഗ്ഷൻ, ഒരു ടാസ്ക് കൂടെ ഉണ്ട്. അതായത് ഈ ISS എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനെ മെയിൻറ്റെയിൻ ചെയ്യണ്ടായോ, അതിന് വിയർ ആൻഡ് ടിയറും പല പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നതും ഇവരുടെ റെസ്പോൺസിബിലിറ്റി. ഇവരുടെ മാത്രമല്ല, അവിടെ വരുന്ന എല്ലാ ക്രൂസിന്റെയും മെയിൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് റിസർച്ചും ഈ ISS മെയിൻ്റെനൻസും ആണ്. അത് പിന്നെ സപ്പോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളാണ് മറ്റേതൊക്കെ. അപ്പൊ ഈ പറഞ്ഞു വന്നപ്പോ ഈ നമ്മൾ പറഞ്ഞില്ലേ ഈ മെയിൻ്റെനൻസിന്റെ കാര്യം പറഞ്ഞപ്പം, ഈ മെയിൻ്റെനൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ക്രൂസ് അല്ലെങ്കിൽ ആസ്ട്രോനോട്ട്സ് ഈ കാപ്സ്യൂളിന് പുറത്തു വരുന്നത്. അങ്ങനെ പുറത്തു വരുന്നതാണ് അവര് ഇത് ചെയ്യുന്നത്. അത് ഗ്രാവിറ്റി ഇല്ലാത്തതുകൊണ്ട് അവരിങ്ങനെ ഫ്ലോട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം അതിനാണ് എന്ത് പറയുന്നത്, സ്പേസ് വോക്ക് എന്ന് പറയുന്നത്. സ്പേസ് വോക്ക് ചെയ്യുക, അത് ചെയ്യുന്നതാണ്. അപ്പൊ അതിന് ഉത്തരം ഇപ്പം സുനിത വില്യംസ് അറൗണ്ട് ഒരു 9 പ്രാവശ്യം അവിടെ പോയി പിന്നെ സ്പേസിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അവർ അതിൽ അബൌട്ട് 69+ അവേഴ്സ് സ്പേസ് വോക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക് ആയിട്ട് ആൾക്കാർക്ക് ഇതിനെ പറ്റിയുള്ള ഒരു സംശയം. അതിനൊരു ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. ഈ സ്പേസ്, ഈ 5 രാജ്യങ്ങളുടെ സ്പേസ് സ്റ്റേഷൻ നടത്തുന്ന ഈ പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ ഈ ലാബറട്ടറി, അല്ലെങ്കിൽ ഈ സ്പേസ് ക്രാഫ്റ്റ് നമ്മുടെ 28,000 കിലോമീറ്റർ പെർ അവറിലാണ് ഭൂമിക്ക് ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാല് 93 മിനിറ്റ്സിൽ ഒരു പ്രാവശ്യം അത് ഭൂമിയെ ചുറ്റും. എന്ന് പറഞ്ഞാൽ ഈ സ്പേസിലെ ഇവിടെ ഉള്ള ആൾക്കാർക്ക് 45+ മിനിറ്റ്സ് വരുമ്പം ഒരു രാത്രിയാവും, 45 മിനിറ്റ്സ് ആവുമ്പോൾ ഒരു പകലാവും. അങ്ങനെ നമ്മുടെ 24 മണിക്കൂറിൽ കണ്ട് 15 ടൈംസ് ഇതിനെ റൊട്ടേറ്റ് ചെയ്യും. അത്രയും പകലും അത്രയും രാത്രി 24 മണിക്കൂറിനകം ഉണ്ടാവും. അതാണ് ഒന്ന്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞാണെന്ന്, ഇത് 450 കിലോമീറ്റർ അകലെയായിട്ടാണ്, ഭൂമിയിൽ നിന്നും 450 അകലെയായിട്ടാണ് ഈ ഇത് നിൽക്കുന്നത്. 400 ടൺ ഭാരവും ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വലിപ്പം ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു തോന്നുന്നു. പിന്നെ ഒരു കാര്യം കൂടെ, ഇതിന്റെ കാലാവധി, ഇപ്പോഴത്തെ ISSന്റെ കാലാവധി 2030 തീരും. ഓക്കെ, 2028 തീരും. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് ഡീഓർബിറ്റ് ചെയ്യും. നമ്മളിപ്പോ ഒരു പ്ലാന്റ് ഒക്കെ ഡീകമ്മീഷൻ ചെയ്യുന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ആറ്റോമിക് റിയാക്ടേഴ്സ് ഒക്കെ എന്ന് പറയുന്നത് പോലെ ഡീഓർബിറ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഭൂമിയിലൊന്നും വന്ന് പതിച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടാകാതെ ഇതിനെ സംസ്കരിക്കുക, അല്ലെങ്കിൽ അതിനെ സേഫായിട്ട് എവിടെയെങ്കിലും കടലിലോ വല്ലതും അതിനെ പതിപ്പിക്കുക എന്നുള്ളതാണ് ഇത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും പുതിയ ഒരു സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കുമോ എന്നുള്ളതിനെ പറ്റി നമുക്ക് ഓഫ് നൗ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. ചിലപ്പോൾ അതിലും ഉയർന്ന തരത്തിലുള്ള എന്തെങ്കിലും കാര്യമായിരിക്കും. എന്തായാലും ഇത് ഒന്നും ചെയ്യാതിരിക്കാനുള്ള സാധ്യത കുറവാണ്. കാര്യം മാർസിലൊക്കെ എക്സ്പ്ലോറേഷൻ നടത്തുന്നു. സ്പേസ് എക്സ് ആണെങ്കിൽ മാർസിൽ കോളനി സ്ഥാപിക്കണമെന്നുള്ള എയിമോടുകൂടി പ്രവർത്തിക്കുന്നു. സ്പേസ് ഷിപ്സ് അങ്ങനെ ഇതാണ്. പിന്നെ അപ്പൊ അത് തന്നെയല്ല, ഇവരുടെ സ്പേസ് നാസയും മറ്റുള്ളതും ഒക്കെ ഡെവലപ്പ് ചെയ്ത സ്പേസ് ക്രാഫ്റ്റ്സ് എന്ന് പറഞ്ഞാൽ റീയൂസബിൾ ആണ്. അതേസമയം സ്പേസ് എക്സ് ഈ സ്പേസ് ക്രാഫ്റ്റ് മാത്രമല്ല റീയൂസബിൾ, ഈവൻ അതിനെ വിക്ഷേപം ചെയ്യുന്ന റോക്കറ്റൂടെ റീയൂസബിൾ ആണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, ഈ സ്പേസ് യാത്രകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ കോസ്റ്റ് വളരെ കണ്ടമാനം കുറയും റീയൂസബിൾ ആകുമ്പോൾ. അപ്പൊ അങ്ങനെ വളരെ അതിന്റെ കോസ്റ്റ് കുറച്ച് സ്പേസ് ട്രാവൽ വളരെ ഇതാക്കുന്ന ഒരു രീതിയിലേക്കാണ് റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്, അതിന്റെ ഇന്നോവേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതൊന്നുമില്ല. പിന്നെ ഇപ്പം 2002 മുതൽ പ്രാപ്തമായ ചൈനയുടെ ടിയാങ്കോങ് എന്ന് പറയുന്നത്, അതായത് അതിന്റെ ഇംഗ്ലീഷിലുള്ള പേര് ഹെവൻലി പാലസ് എന്ന് പറയുന്ന ഒരു സ്പേസ് സ്റ്റേഷൻ ഉണ്ട്. അത് ISSമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ ഒരു ഇതാണ്. പക്ഷേ ആ ഒരു സ്റ്റേഷൻ ഉണ്ട്, അത് ലോങ് ടൈം ആയിട്ട് നിലനിൽക്കുന്നതാണെന്ന് ഉള്ള രീതിയിലാണ്. എന്തായാലും ഈ 2030 കഴിയുമ്പോഴും അത് മിക്കവാറും ഉണ്ടാവും, വേറെ പുതിയത് വരാൻ. അപ്പൊ ഇങ്ങനെ 2 സ്പേസ് സ്റ്റേഷൻസ് ആസ് ഓഫ് നൗ നിലവിലുള്ളൂ. ഓക്കെ, അപ്പം ഇതിന്റെ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ, ഈ സ്പേസ് സ്റ്റേഷൻ ആദ്യമായിട്ട് ഡെവലപ്പ് ചെയ്ത സമയത്ത് ഇതിന്റെ സാധനങ്ങളൊക്കെ ഇത് 5 രാജ്യങ്ങൾ ഒന്നിച്ചാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. 5 രാജ്യങ്ങള് അവിടുന്ന് മോഡ്യൂൾസ് അവിടെ കൊണ്ടുപോയി അവരെ കാണുന്നത്. അപ്പൊ ഇതിനകത്ത് പല രാജ്യങ്ങൾ അന്നൊക്കെ ഭയങ്കര റൈവൽറി ആയിരുന്നു. അമേരിക്കയും USSRഉം. USSR നിന്ന് വന്ന പിന്നെ റഷ്യയാണ്
അത് ചെയ്യുന്നത് പറഞ്ഞാലും റൈവൽറിയും കോൾഡ് വാറും ഒക്കെയുള്ള ആ ഒരു സമയത്ത് ഇങ്ങനെ ഇന്റർനാഷണൽ കൊളാബറേഷൻ ഒക്കെ ഉണ്ടായ ഒരു സംഭവമാണ് ഇതെന്ന് പറയുന്നത്. അപ്പം 2020 ഈ പറഞ്ഞ പോലെ ഇത് ആക്റ്റീവായി. 2030 അത് ഡീഓർബിറ്റ് ആക്കപ്പെടും. അപ്പം ഇത്രയേ ഉള്ളൂ നമുക്ക് ഇതിനെപ്പറ്റി ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ പറയാനുള്ളത്. ഇനി ഇതിനെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും എന്താ പറഞ്ഞ ഇൻഫോർമേറ്റീവ് ആയിട്ട് അല്ലെ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരും, അല്ലെങ്കിൽ ഞങ്ങൾ വേറെ വിഷയത്തിൽ പുതിയ വീഡിയോ ആയിട്ട് വരും. Okay, thank you so much for watching this video. We will be back soon. Thank you.